ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷുഗറിനൊന്ന് കുളിപ്പിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 2-3 പ്രാവശ്യമാണ് മാസത്തിൽ ഇവനെ കുളിപ്പിക്കുന്നത്. 2 പ്രാവശ്യം പുറത്ത് കൊണ്ടുപോയി കുളിപ്പിക്കും, ഒരു വട്ടം ഞാൻ കുളിപ്പിക്കും. ഇവനെ 3 പ്രാവശ്യം പുറത്ത് കൊണ്ടുപോകണം, യൂറിൻ പാസ് ചെയ്യാനും അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പുറത്ത് പോകുമ്പോൾ പുല്ലിലെല്ലാം കളിക്കും. അപ്പോൾ കളിച്ച് കഴിയുമ്പോൾ കാലിലും ചുണ്ടിലും ഒക്കെ മണ്ണൊക്കെ പറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ ചില ദിവസം അവനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ബാഡ് സ്മെല്ല് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ സബോണും എല്ലാം ഡോക്ടർ പറഞ്ഞ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത്. ചെറിയ ചൂടുവെള്ളത്തിലാണ് അവനെ കുളിപ്പിക്കുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര കാമൻ ക്വയറ്റാണ്. ഷിറ്റ്സു ആണ് ഡോഗ്. അവന് അനുസരണയോടുകൂടി നിന്നോളും. കുറച്ചിങ്ങനെ കുടയും, എല്ലാവർക്കും അറിയുമായിരിക്കും. കുളിപ്പിച്ച് കഴിയുമ്പോൾ അവരൊന്നിങ്ങനെ കുടഞ്ഞ് കളയുമല്ലോ. അത് മാത്രമല്ലാതെ വേറെ നമ്മൾ ഒന്നും ചെയ്യൊന്നുമില്ല. ഭയങ്കര പാവമാണ്, നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എപ്പോഴും നല്ല സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ഡോഗാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിവിടെ ആകെ കൂടിയുള്ളൊരു സംസാരിക്കാനും എന്താ പറയുക പുറത്ത് കൊണ്ടുപോകാനും എനിക്ക് ഒരു ആകെ കൂടിയുള്ളൊരു സന്തോഷം ഇവൻ കൂടിയുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികളെ പോലെ ഇവരെ കൊണ്ടു നടക്കുന്നത് നല്ല രസമാണ്. എൻ്റെ വീട്ടിലുണ്ട് ഒരു പട്ടിക്കുട്ടി. അവൻ്റെ പേര് ദേവ് എന്നാണ്. അവൻ ഇത്ര ഫ്രണ്ട്ലി അല്ല കേട്ടോ. അവൻ ഇത്തിരി അഗ്രസീവാണ്, എപ്പോഴും ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവൻ കുരയ്ക്കൊക്കെ ചെയ്യും. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഡോറിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തട്ട് ചെയ്യും. പിന്നെ അപ്പോൾ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രയർ ഉപയോഗിച്ചിട്ട് പതുക്കെ മുടിയെല്ലാം ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കണ്ടോ അവന് താടിയുടെ അവിടെ ചൊറിയും ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് കസേരയിൽ ഇങ്ങനെ കിടന്ന് ഇതാവുന്നത്. പിന്നെ ഇങ്ങനെ ഡ്രയറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവന് ഭയങ്കര പേടിയാണ്. ചെറിയ പട്ടിക്കുട്ടിയല്ലേ, 3.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ചെറിയ പേടിയൊക്കെ അവനുണ്ട്. പേടിയുള്ള ഡോഗാണ്. വലിയ ഡോഗല്ലല്ലോ, അപ്പോൾ ചെറിയതാണ്. അപ്പോൾ ആൾ ഭയങ്കര പേടിച്ചാണ് അതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇരിക്കണേ. അപ്പം മുടിയെല്ലാം ഉണക്കി കൊടുത്തതിന് ശേഷം അവൻ്റെ ബെൽറ്റുകളുണ്ട്, പല നിറത്തിലുള്ള കളറിലുള്ള ബെൽറ്റുകൾ ഞങ്ങൾ പുറത്ത് മുമ്പ് മേടിക്കാറുണ്ട്. ഞാൻ എംപ്ലോയറും കൂടി ഒരുമിച്ചാണ് ചില ദിവസങ്ങളിൽ. എല്ലാ ദിവസവും ഒരുമിച്ചൊന്നും ഞങ്ങൾ പോകാറില്ല. ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ എൻ്റെ എംപ്ലോയറും കൂടി വരും. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പുറത്ത് പോയിട്ട് വരുമ്പോൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ, ടോയ്സ്, അവൻ്റെ ഫുഡ്, അവന് വേണ്ട ബെൽറ്റ്, അതൊക്കെ മാറി മേടിക്കും. അവനാണെങ്കിൽ ഇവിടെ ഭയങ്കര സുഖമാണ്. എന്താ പറയുക, എല്ലാം ഭയങ്കര ഒരു രാജാവിനെ പോലെയാണ് അവനിവിടെ ജീവിക്കുന്നത്. ചില സമയത്ത് തോന്നും അവനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം അത്ര സുഖമാണ്. അവനെ കെയർ ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്. എന്താ പറയുക, സീഡ്സ് വാങ്ങി കൊടുക്കാനും, സ്വീറ്റ്സ് പോലത്തെ ഇതുകളുണ്ട്. അവൻ്റെ പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് അവന് കൊടുക്കാറുണ്ട്. നല്ല സ്നേഹമുള്ള ഡോഗാണ് കേട്ടോ. ഞാനിനി നെക്സ്റ്റ് വ്ളോഗ് ഇടുമ്പോൾ അവൻ്റെ കൂടെയുള്ള ചെറിയ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും എല്ലായ്പ്പോഴും അവന് മനസ്സിലാവും. നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. നമ്മൾ കരയുമ്പോഴും നമ്മൾ ചിരിക്കുമ്പോഴും ഒക്കെ നമ്മൾക്ക് അത് മനസ്സിലാവും. അത് ഡോഗിൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം വീടിനകത്താണ് ഇവനുള്ളത് ഇപ്പോഴും. അപ്പോൾ വീടിനകത്ത് ഇങ്ങനെ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിലെ എന്താ പറയുക ഒരു അംഗത്തിനെ പോലെയാണ്. ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സ്നേഹവും എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ അവൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ട് കൊടുത്തു. ബെൽറ്റ് ഇട്ടിട്ട് അതാണ് അവൻ്റെ കൂട്. എപ്പോഴും അതിനകത്ത് തന്നെ ഇടാം. ചില സമയങ്ങളിൽ ഞാൻ അതിനകത്ത് ഇടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ കാർപ്പറ്റ് ഉള്ളതുകൊണ്ട് കാർപ്പറ്റിനകത്ത് വന്ന് അതിൻ്റെ പൂട ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തുമ്മലും അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലായ്പ്പോഴും തുറന്നിടാറില്ല. ചിലപ്പോഴൊക്കെ തുറന്നിടാറുള്ളൂ. അപ്പോൾ അവൻ്റെ ദേഹത്തൊരു സിറാണത്. ആ സിറം പുരട്ടി കൊടുത്തതിന് ശേഷം വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.